മൈനാഗപ്പള്ളി ശ്രീ ചിത്രവിലാസം ഗവൺമെന്റ് LP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷം സമാപിച്ചു. ശതാബ്ദി സ്മാരക ഡിജിറ്റൽ ലൈബ്രറിയുടെ ഉദ്ഘാടനം, ഗാന്ധി പ്രതിമ അനാച്ഛാദനം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി. മൈനാഗപ്പള്ളി ശ്രീ ചിത്രവിലാസം ഗവൺമെന്റ് LP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളാണ് സമാപിച്ചത്. ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ ശമ്പള പദ്ധതിയിൽ 50% ശമ്പളം കൊടുക്കുന്നത് ആകെ ശമ്പളത്തിന്റെ 50% സ്കൂളിലെ അധ്യാപകർക്കുള്ള ശമ്പളമാണ്. അത്രയും നല്ല സമുദായം നടക്കുന്നു. ഒരു കാലത്ത് അധ്യാപകർക്ക് ശമ്പളം നേരിട്ട് കിട്ടുമായിരുന്നില്ല. ചെറിയ വളരെ തുച്ഛമായ വേതനം മാത്രം കാലം ഉണ്ടായിരുന്നു കേരളത്തിൽ. 57-ലെ ഒന്നാമത്തെ കേരള മന്ത്രിസഭയുടെ കാലത്താണ്, CMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ കാലത്താണ് അധ്യാപകരുടെ ശമ്പളത്തിന്റെ കാര്യത്തിൽ ഗവൺമെന്റ് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് എന്ന് നിങ്ങൾ കുറച്ചുപേർക്ക് അറിയാമെന്ന്. കോവൂർ കുഞ്ഞുമോൻ MLA അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ മന്ത്രിയായി അല്പം കൂടുതൽ അടുപ്പമുണ്ടായതുകൊണ്ട് 140 മണ്ഡലങ്ങളിൽ ഓരോ സ്കൂളുകൾ കൊടുത്തപ്പോൾ നമ്മുടെ മണ്ഡലത്തിൽ മാത്രം അദ്ദേഹം 2 സ്കൂൾ നമുക്ക് നൽകി. ഒന്ന് നമ്മുടെ കിഴക്കേ തേവലക്കര പാലവിള സ്കൂളിന് 1 കോടി രൂപയുടെ ഭരണാനുമതിയാണ്. ബദേ സ്കൂള് 1 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് തരകൻ സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് അംഗം R ബിജുകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. CR മഹേഷ് MLA ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ കളക്ടർ N ദേവിദാസ്, DPOയും എഴുത്തുകാരിയുമായ MR ജയഗീത, കൊല്ലം DEO സുനിത, DED ലാൽ എന്നിവർ ആദരവ് നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് അനിൽ S കലേലി ഭാഗം, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി, അഡ്വക്കേറ്റ് അൻസർ ഷാഫി, PM സെയ്ദ, മനാഫ് മൈനാഗപ്പള്ളി, ബിന്ദു മോഹൻ, രജനി സുനിൽ, മൈമുന നജീബ്, ജലജ രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.